വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫുക്കറ്റ് ജേണിയാണ്. നമ്മൾ ഫുക്കറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള നമ്മളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. നമ്മൾ തായ്ലൻഡ് വിസിറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് 1 ആയിട്ട് പട്ടായ വ്ളോഗും പാർട്ട് 2 ആയിട്ട് ബാങ്കോക്കും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ. സോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് അത് പോയിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ. നമ്മളിതാ ഏകദേശം ഒരു ഉച്ച ഒരു ടൈമിലാണ് നമുക്ക് ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്നും ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 or 1.5 hours ബാങ്കോക്കിൽ നിന്നും ഫുക്കറ്റിലേക്കുള്ളൂ കേട്ടോ. ഡേ ടൈമിൽ നമ്മൾ ഫ്ലൈറ്റ് ജേണി ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു പോകുമ്പോഴുള്ള സ്കൈ വ്യൂവും കാര്യങ്ങളൊക്കെ. ഒന്നാമത് നമ്മുടെ ഫുക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഐലൻഡാണ്. സറൗണ്ടിങ് മൊത്തം സീ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിലൂടെ പോകുമ്പോൾ ആ ഓരോ സ്പേസസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഭംഗിയായിരുന്നു കേട്ടോ. സോ ഞാൻ ഈച്ച് ആൻഡ് എവറിത്തിങ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഈ ഫുക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ കൈൻഡ് ഓഫ് തെങ്ങ് വാഴ അങ്ങനെയൊക്കെ ഒരു പ്ലേസ് ആയിട്ട് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ റൂമിലെത്തി ഫ്രഷനപ്പ് ആയിട്ട് നൈറ്റിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അവിടെയുള്ള ഒരു മോളാണ്. നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. നമ്മളൊരു സെൻറ്റർ ഓഫ് ഫുക്കറ്റിലാണ് ഏകദേശം റൂം എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് എല്ലായിടത്തും ഈസി ആയിട്ട് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കുറേ മാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നൈറ്റിൽ എൻജോയ് ചെയ്ത് സ്ട്രീറ്റ് ഫുഡും സ്ട്രീറ്റൊക്കെ ഒന്ന് നല്ലോണം എൻജോയ് ചെയ്തിട്ട് അന്നത്തെ ദിവസം അങ്ങനെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മറ്റു വ്ളോഗിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പോണ ടൈമിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും വീഡിയോസ് ഇങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു റിയൽ എക്സ്പീരിയൻസ് കിട്ടില്ലല്ലോ നമ്മുടെ ആ ഒരു എൻ്റെ ജേണീൻ്റെ. അപ്പോൾ കുഞ്ഞു ക്ലിപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എല്ലാതും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിലില്ല. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ആയപ്പോൾ നമ്മൾ ഓൾഡ് ഫുക്കറ്റ് ടൗൺ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പം അവിടെ ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദ സ്പോട്ട് ഉണ്ട്, നല്ലൊരു മാംഗോ ജ്യൂസിൻ്റെ ഡ്രിങ്ക്. അവിടുന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രസൻറ്റേഷൻ വൈസും ടേസ്റ്റ് വൈസും ഒക്കെ ഈ ഒരു ജ്യൂസ് അടിപൊളിയാട്ടോ. എല്ലാവരും ഓൾഡ് ഫുക്കറ്റ് ടൗൺ വിസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് നല്ല പ്രസൻറ്റേഷനാണ്, ടേസ്റ്റ് വൈസും ഗുഡാണ്. നമ്മൾ അതൊക്കെ ഒന്ന് നടന്ന് കാണുമ്പോൾ നമുക്കൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് കുടിക്കാൻ പറ്റും. അങ്ങനെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. ഫോട്ടോ ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ട് എന്ന് പറയാമല്ലോ, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്പോട്ടുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം റഷ് ഉണ്ട്. കാരണം എല്ലാവരും 1 by 1 ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്യൂ എന്താണെന്ന് പറയാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ക്യൂ നിന്നിട്ട് അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് പോയിട്ട് പോസ് ചെയ്യുക, ഫോട്ടോ എടുക്കുക, അത്രേ പറ്റുള്ളൂ. പിന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കാതെ പോവുക? അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഓൾഡ് ഫുക്കറ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ നല്ലൊരു എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഫിഫി ഐലൻഡ്സ് വിസിറ്റ് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാന്. On the boat and here is small one. When we arrive to the island, we have big toilet. It's better, it's more comfortable for you. But if someone wants to use toilet on the boat, that's only number. To be honest ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഫിഫി ഐലൻഡ് ടൂർ നമുക്ക് പോസിബിൾ ആവുമെന്ന് പോലും നമുക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫുക്കറ്റ് എത്തിയ ടൈമിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സോ മഴ പെയ്യുമ്പോൾ ഐലൻഡ് ടൂർ പോസിബിൾ അല്ല. ഈ ഫിഫി ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 or 8 ഐലൻഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ്. അത് നമ്മളൊരു പാക്കേജ് ചെയ്തെങ്കിലും ട്രാവൽസ് ത്രൂ ഒരു പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് അൺലിമിറ്റഡ് ബഫറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആവും, പിന്നെ ലഞ്ച് ഉണ്ടാവും. പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നിന്ന് അവരെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കി തരും. അങ്ങനെയുള്ളൊരു പാക്കേജാണ് ഈ ഫിഫി ഐലൻഡ് ടൂർ പൊതുവെ ചെയ്യാറ്. നമ്മൾ ഓരോ സ്പോട്ടിലും അവർ നമ്മളെ ബോട്ട് ഇറക്കിയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഓണ ടൈമിലൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അവിടെ എത്തുമ്പോൾ മഴ പെയ്യും. അങ്ങനെ നമുക്ക് അതായത് അതിൻ്റെ ഫുള്ളിൽ നമുക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് മാഷാഅല്ലാ നമുക്ക് കാണാനും പിന്നെ ആ മഴ പെയ്യുമ്പോഴൊരു പ്രത്യേക ഭംഗിയാട്ടോ കടലിൻ്റെ വെള്ളമൊക്കെ, അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ റെയിനി സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും റെയിൻ കോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം റെയിൻ കോട്ട് ഇട്ടിട്ട് അല്ലാണ്ട് ഓവർ നമുക്ക് മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഫീവറൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. സോ എല്ലാവരും റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റെയിൻ കോട്ട് ഇടുമ്പോൾ ഞാൻ ഓൾറെഡി ഗൗണ് പ്ലസ് മഴ, പിന്നെ ആണെങ്കിൽ ഫുള്ള് സാൻഡല്ലേ വരുന്നത്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ മാനേജ് ചെയ്യാൻ പാടി എനിക്കേ അറിയുള്ളൂ.
സോ നമ്മുടെ ഫുക്കറ്റിലുള്ള ഈ ഒരു റെയിനി ആണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു നമ്മുടെ ഫിഫി ഐലൻഡ് ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏകദേശം ഒരു 7 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ റിട്ടേൺ ടു ഹാർബറിലേക്ക് എത്തും. എന്താ പറയുക, നല്ല ടോർക്കോയിസ് കളറായിട്ടുള്ള വാട്ടറൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ തന്നെ ആയിരുന്നു. അങ്ങനെ സ്പീഡ് ബോട്ടിലായിരുന്നു നമ്മൾ പോവുക. ഭയങ്കര സ്പീഡിലാണ് പോവുക. മോഷൻ സിക്നെസ് ഒക്കെ ഉള്ളവർക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മളതൊരു 1 time എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ അന്നത്തെ ഡേ മൊത്തം നമ്മുടെ ഫിഫി ഐലൻഡ് ടൂർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നൈറ്റിൽ ഒരു മോളിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്. ഇതൊരു 1 kind of ചീസ് ബോളാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ചീസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ടൈപ്പ് ഓഫ് ഒരു ചീസ് ബോളായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ 1 of the ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ ആ മഴയൊക്കെ കൊണ്ട് നനഞ്ഞ് വന്നിരുന്നിട്ട് ഈ ചൂട് സൂപ്പ് കുടിക്കുമ്പോണ്ടല്ലോ അടിപൊളി ഫീൽ ആയിരുന്നു. എന്താ പറയുക, നല്ല പ്രോൺസിൻ്റെ സൂപ്പായിരുന്നു കേട്ടോ. റിഫ്രഷ്മെൻ്റ് എന്നല്ല, നമുക്ക് റിലാക്സേഷൻ കിട്ടിയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ഷവർമ കൈൻഡ് ഓഫ്, എന്താ അതിൻ്റെ പേരെന്ന് അറിയില്ല, അവരുടെ ഒരു സ്പെഷ്യൽ ഫുഡ് തന്നെയാണ്. നല്ലൊരു റോളായിരുന്നു, നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള അടിപൊളിയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് വന്നിട്ട് നമ്മൾ ഫുക്കറ്റ് ബീച്ചിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ഈ ഫുക്കറ്റ് എന്ന് പറഞ്ഞത് ബീച്ച് അങ്ങനത്തെ ഒരു വൈബാണ്. സോ ഫുക്കറ്റ് ബീച്ച് അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് അന്ന് പിന്നെ നൈറ്റിൽ നമ്മളെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാക്ക് ടു നമ്മുടെ നാട്ടിലേക്ക് പോരുകയാണ്. സോ നമ്മളെ തായ്ലൻഡ് വ്ളോഗ് അല്ലെങ്കിൽ നമ്മൾ തായ്ലൻഡ് സീരീസ് ഇതോട് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള മറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.